ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്നുണ്ടാക്കുന്നത്. ഏലാഞ്ചി, ലവ് ലെറ്റർ, മുട്ട കൊയിലപ്പം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇന്നത്തെ താരം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വിഭവം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം നമ്മൾക്ക് ഒരു ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയതിട്ട് സിമ്മിൽ വറുക്കുക. കളർ മാറി മൂത്ത് വരുമ്പോൾ 1 സ്പൂൺ ഉണക്കമുന്തിരിങ്ങ കൂടിയിട്ട് വഴറ്റുക. മുന്തിരിങ്ങ ഒന്ന് വഴറ്റിയതിനു ശേഷം 1 കപ്പ് തേങ്ങ ചേർത്ത് വഴറ്റുക. തേങ്ങ ഒരുപാട് ചുവക്കേണ്ട, ഒന്ന് നിറം മാറിയതും 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര അഥവാ വെല്ലം പൊടിച്ചത് ചേർത്തും ഇതുപോലെ ഫില്ലിംഗ് തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് കൂടി ചേർത്ത് ഇളക്കി വാങ്ങുക. നമ്മുടെ ഫില്ലിംഗ് റെഡി. ഇനി നമ്മൾക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാം. ഇതിന് ഒരു മിക്സി ജാറിൽ 2 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിക്ക് പകരം മഞ്ഞ ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ആദ്യം എല്ലാം നന്നായി 1 സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/4 തൊട്ട് 2 കപ്പ് വരെ വെള്ളം ഒഴിച്ച് അരയ്ക്കണം. വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ മിക്സിയിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടാകും. ഇനി നല്ല സ്മൂത്ത് നൈസ് ബാറ്റർ കിട്ടാനായി 1 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. മുട്ട ചേർക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ദോശ ചുടാൻ കഴിയുക. മുട്ടയുടെ സ്മെൽ ഇഷ്ടമില്ലാത്തവർക്ക് 1 സ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇത് നല്ല നൈസായി ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കുക. അരച്ച മിശ്രിതം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസ് ബാറ്റർ ആയിരിക്കണം ഈ മാവ്. ഇനി ഈ മാവ് കൊണ്ട് ദോശ ചുട്ടെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ലേശം ചൂടാവുമ്പോൾ തന്നെ 1 തവി മാവ് ഒഴിച്ച് നൈസായി ദോശ പരത്തുക. പെട്ടെന്ന് തന്നെ ദോശ വെന്ത് കിട്ടും. മറിച്ചിട്ട് ആ വശവും മുരിക്കാതെ പെട്ടെന്ന് വാങ്ങുക. നല്ല സോഫ്റ്റ് തിൻ ദോശയാണ് നമ്മൾക്ക് വേണ്ടത്. പെട്ടെന്ന് തന്നെ ഓരോ ദോശയും ഗ്യാസ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കുക. ഇപ്പോൾ നമ്മുടെ എല്ലാ ദോശയും ചുട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ലവ് ലെറ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ചുട്ടുവെച്ച ദോശയിൽ നിന്നും ഒരെണ്ണം എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലിംഗ് വയ്ക്കുക. അതിനുശേഷം ഒന്ന് മടക്കി 2 സൈഡും ഉള്ളിലേക്ക് മടക്കി ഒന്നുകൂടി മടക്കി ഇങ്ങനെ സീൽ ചെയ്തെടുക്കുക. ചെറി മുകളിൽ വെച്ച് അലങ്കരിക്കാം. ഇങ്ങനെ എല്ലാ ദോശയിലും ഇതുപോലെ ഫില്ലിംഗ് വെച്ച് മടക്കി ഇങ്ങനെ ലെറ്ററിൻ്റെ ആകൃതിയിൽ മടക്കി വയ്ക്കാം. മടക്കുന്നതിനനുസരിച്ച് ഈ വിഭവത്തിൻ്റെ പേര് മാറും. വാലന്റൈൻസ് സ്പെഷ്യൽ റെസിപ്പി ആയതുകൊണ്ടാണ് ഇങ്ങനെ മടക്കുന്നത്. വളരെ സ്വാദേറിയ ഈ വിഭവം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുമല്ലോ. സ്നേഹം പലതരത്തിലാണല്ലോ. അച്ഛനമ്മമാരോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, അതുപോലെ പ്രകൃതിയോടുള്ള സ്നേഹം ഏതു രൂപത്തിലായാലും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന എല്ലാവർക്കുമായി ഈ റെസിപ്പി സമർപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.